Hello students, നമ്മൾ ഇന്ന് വീഡിയോയിൽ സെക്കൻഡ് ഇയറിലെ റിയൽ അനാലിസിസ് സെക്കൻഡ് പാർട്ടിന്റെ സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ദ ഡെറിവേറ്റീവ്സ്, അതാണ് സെക്കൻഡ് മോഡ്യൂൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡെറിവേറ്റീവ് എന്നുള്ളൊരു ഫംഗ്ഷൻ, അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എനിക്കും പറയാം, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ഫ്രം എ ടു ആർ, then c be a limit point of a, then f is differentiable at c if f dash c is equal to limit x tends to c f of x minus f of c by x minus c exist. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താലാണ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എഫ് ഡാഷ് സി എന്നുള്ള ആ ഡെറിവേറ്റീവിനെയും വിളിക്കും. ഓക്കെ, അപ്പോൾ ചില ഫംഗ്ഷൻസ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും, ചില പോയിന്റ്സിന് ഡിഫറൻഷ്യബിൾ ആയിരിക്കത്തില്ല. ഓക്കെ, അങ്ങനെയുള്ള എക്സാമ്പിൾ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ചേക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. 3 ടൈപ്പ് ഫംഗ്ഷൻസ് ആണ്. അതായത് ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സൈൻ 1/x ആണ്. അടുത്തത് എക്സ് ഇൻറ്റു സൈൻ 1/x ആണ്. ഇത് സൈൻ 1/x ഒന്നാമത്തത് നമുക്ക് പറയാം. രണ്ടാമത്തത് എക്സ് ഇൻറ്റു സൈൻ 1/x, മൂന്നാമത്തത് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1/x, എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1/x. ഓക്കെ, ഇതിന്റെ ഷേപ്പാണ് നമ്മൾ കാണിച്ചേക്കുന്നത്. ദെൻ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഫിഗറിൽ, അതായത് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വെറും സൈൻ 1/x ആണെങ്കിൽ അത് സീറോയിലുള്ള പോയിന്റിലാണ്. ഇതെല്ലാം സീറോയിലുള്ള പോയിന്റിലാണ് ഗ്രാഫ് സ്പെസിഫൈ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ സൈൻ 1/x ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. ഓക്കെ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആകുന്നില്ല. അപ്പോൾ ലിമിറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ നോട്ട് കണ്ടിന്യൂസ് അറ്റ് സീറോ, അതുപോലെ തന്നെ നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് സീറോ ആണ്. അതാണ് ഈ ഫംഗ്ഷൻ, ഒന്നാമത്തെ ഫംഗ്ഷൻ. ദെൻ രണ്ടാമത്തെന്ന് പറഞ്ഞാല് അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് സീറോ, എക്സ് ഇൻറ്റു സൈൻ 1/x സീറോ ആണ്. അപ്പോൾ എഫ് ഓഫ് സീറോ സീറോ ആയിട്ട് ഡിഫൈൻ ചെയ്താൽ അത് കണ്ടിന്യൂസും ആകും, ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ ആണ്. നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് സീറോ, സീറോയിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ ഫംഗ്ഷൻ ആണ്. ഇതാണ് മൂന്നാമത്തെ ഫംഗ്ഷന്റെ കേസിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ, എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1/x എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, സീറോ ആണ്. അത് കണ്ടിന്യൂസ് അറ്റ് സീറോ ആണ്, അതുപോലെ തന്നെ ഡിഫറൻഷ്യബിൾ അറ്റ് സീറോയും ആണ്. മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് മൂന്നാമത്തത്. രണ്ടാമത്തത് ഡിഫറൻഷ്യബിൾ അല്ല, ഒന്നാമത്തത് ഡിഫറൻഷ്യബിളും അല്ല, ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. അത് എങ്ങനെയാ ചെയ്തതെന്നൊക്കെ നമ്മൾ നോട്ടിൽ തന്നിട്ടുണ്ട്. ദെൻ ഈ ഡെഫിനിഷനാണ് നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് പോളിനോമിയൽ ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോന്ന് എഴുതി വരാം. എവരി പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം ഡിഫറൻഷ്യബിൾ ആണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ലെറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ എടുത്തു. n belongs to n. ഓക്കെ, പോളിനോമിയൽ. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാം എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ സി റൈസ് ടു എൻ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ബൈ എക്സ് മൈനസ് സി എന്നുള്ളത് ഇവിടെ വരുമ്പോൾ എഫ് ഓഫ് എക്സ് എക്സ് റൈസ് ടു എൻ, എഫ് ഓഫ് സി സി റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് സി. ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി x raised to n minus 1 plus c x raised to n minus 2 plus c square x raised to n minus 3 plus etc plus c raised to n minus 1 എന്ന് വരും. ഇതിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ആണെങ്കിൽ ലിമിറ്റ് x tends to c f of x minus f of c by x minus c അപ്ലൈ ആണെങ്കിൽ ഇതിലും കയറി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദാറ്റ് is c raised to n minus 1 plus c raised to വീണ്ടും n minus 1 plus etc എന്ന് വരും. That is equal to n times c raised to n minus 1 എന്ന് കിട്ടും. കണ്ടോ, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, അതേപോലെ അടുത്ത ഒരു കേസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ മോഡുലസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ. ഓക്കെ, അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷന്റെ കേസിൽ ഡിഫറൻഷ്യബിൾ ആണ് എക്സെപ്റ്റ്
at x is equal to 0. 0 ൽ മാത്രം ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ, 0 ൽ മാത്രം ഡിഫറൻഷ്യബിൾ അല്ല, ബാക്കി എല്ലായിടും ഡിഫറൻഷ്യബിൾ ആണ്. നമ്മൾ അതിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ വി ഷേപ്പ് ആണ്. 0 ൽ മാത്രമാണ് ഡിഫറൻഷ്യബിൾ അല്ലാത്തത്. അത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്ത് നോക്കാം? അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 g of x minus g of 0 by x minus 0 എന്ന് എടുത്തു നോക്കാം. That is limit x tends to 0 g of x mod x minus g of 0 0 by x minus 0 എന്നാണ് ഇത്. That is limit x tends to 0 mod x by x എന്നാവും. ഇതാണ് നമ്മുടെ സിഗ്നം ഫംഗ്ഷൻ. ഇതാണ് നമ്മുടെ സിഗ്നം ഫംഗ്ഷൻ. ഓക്കെ, ഇതില് നമുക്കറിയാം ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് പോസിറ്റീവ് വാല്യൂസിൽ കൂടെ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ മോഡ് എക്സ് ബൈ എക്സ് എന്നുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് 0 എക്സ് ബൈ എക്സ് തന്നെയാകും. ദാറ്റ്സ് ഈക്വൽ ടു 1 ആണ്. ബട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് മോഡ് എക്സ് ബൈ എക്സ് എന്നുള്ളത് നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിൽ മോഡ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് എക്സ് ബൈ എക്സ് എന്ന് എഴുതാം. അതിന്റെ ലിമിറ്റ് ദാറ്റ്സ് ഈക്വൽ ടു -1 ആണ്. രണ്ട് ലിമിറ്റ് ആയതുകൊണ്ട് ഈ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. എക്സിസ്റ്റ് എന്നില്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ. ദെൻ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു തിയറമാണ് കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ. അതായത് റിലേഷൻ ബിറ്റ്വീൻ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നമ്മൾ ഓർത്തിരിക്കണം. ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആണ്. ബട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് എല്ലാം ഡിഫറൻഷ്യബിൾ ആകണമെന്നില്ല. മോഡ് എക്സ് കണ്ടിന്യൂസ് ആണ്, പക്ഷേ ഡിഫറൻഷ്യബിൾ അല്ല. പക്ഷേ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആണ്. ഇതാണ് നമ്മളിവിടെ പ്രൂഫ് കൊണ്ടുവരുന്നത്. എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടി ലെറ്റ് എഫ് ബി ഡിഫറൻഷ്യബിൾ അറ്റ് സി എന്ന് നമ്മൾ എടുത്തു. Therefore f dash c exist. f dash c എന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു c f of x minus f of c by x minus c എന്നുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് കണ്ടിന്യൂസ് അറ്റ് സി എന്നാണ്. എഫ് കണ്ടിന്യൂസ് അറ്റ് സി എന്ന് പറഞ്ഞാൽ എന്ത് വേണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എഫ് ഓഫ് സി തന്നെയാകണം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനു വേണ്ടി നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി എടുക്കുന്നു. ഓക്കെ, അതിനെ നമ്മളൊരു അറേഞ്ച്മെന്റ് കൊടുക്കുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ബൈ എക്സ് മൈനസ് സി ഇൻറ്റു എക്സ് മൈനസ് സി എന്ന് കൊടുക്കുന്നു. എക്സ് ടെൻസ് ടു സി ആണ്, എക്സ് നോട്ട് ഈക്വൽ ടു സി ആയതുകൊണ്ട് അത് പോസിബിൾ ആണ്. ഓക്കെ, ദെൻ ഇതിനെ ഒരുമിച്ച് എടുക്കുക. ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് അറിയാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റിന്റെ ലിമിറ്റ് എഫ് ഡാഷ് സി ആയിട്ട് മാറും, മറ്റേതിൽ സി മൈനസ് സി അതായത് 0 ആയിട്ട് മാറും. അപ്പൊ എൽ എച്ച് എസ് 0 ആണ്. ഈ എൽ എച്ച് എസ് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് സി. കോൺസ്റ്റന്റ് ലിമിറ്റ് അത് തന്നെയാണ്. അപ്പോൾ ഈ വാല്യൂ 0 ആകാന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആകും. therefore എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി ആയിട്ട് മാറും. ഓക്കെ, അതാണ് ഇതിന്റെ പ്രൂഫ്. സിമ്പിൾ ആണ്, പക്ഷേ ഇമ്പോർട്ടന്റ്. റിസൾട്ട് ഇമ്പോർട്ടന്റ്, പ്രൂഫും ഇമ്പോർട്ടന്റ്. ഓക്കെ, ദെൻ അടുത്തത് കോമ്പിനേഷൻ ഓഫ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ആണ്. കോമ്പിനേഷൻ ഓഫ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ. നമ്മൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് നമ്മൾ ലിമിറ്റിലൊക്കെ ചെയ്ത പോലെ തന്നെ നമ്മൾ പറയുവാണ് എഫും ജിയും ഡിഫറൻഷ്യബിൾ അറ്റ് സി ആണെങ്കിൽ എഫ് പ്ലസ് ജി ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അതുപോലെ തന്നെ സി ഇൻറ്റു അല്ലെങ്കിൽ കെ, ഒരു കോൺസ്റ്റന്റ് സ്കേലാർ മൾട്ടിപ്പിൾ കെ ഇൻറ്റു എഫ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അതുപോലെ തന്നെ എഫ് ഇൻറ്റു ജി ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അതുപോലെ എഫ് ബൈ ജി ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഇങ്ങനെയുള്ള റിസൾട്ടാണ് അടുത്തത്. ഓക്കെ, അതിൽ എല്ലാം സിമ്പിൾ ആണ്, ഒരേപോലെയാണ് പ്രൂഫ് ചെയ്യേണ്ടത്. നോട്ടിൽ ഞാൻ ഇതാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എഫ് ബൈ ജി ഡിഫറൻഷ്യബിൾ ആണെന്നുള്ളത് കാണിക്കാം. ഓക്കെ, അതായത് എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? എഫ് ആൻഡ് ജി ആർ ഡിഫറൻഷ്യബിൾ അറ്റ് സി. ഡിഫറൻഷ്യബിൾ അറ്റ് സി ആണ്. ഓക്കെ, then f by g, then f by g is differentiable and f by g dash c is equal to quotient rule. ഇതാണ് quotient rule. ഇത് product rule. Okay, f by g എങ്ങനെയാണ്? Denominator into derivative of numerator
minus numerator into derivative of denominator by denominator square. ഇതാണല്ലോ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കുന്നത്. Provided g of c not equal to 0 ആയിരിക്കണം. ഇത് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരേപോലെ തന്നെ ചെയ്യാം, നോട്ടിൽ ചെയ്ത പോലെയൊക്കെ തന്നെ ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് എളുപ്പത്തിന് ലെറ്റ് h is equal to f by g എന്ന് വേണമെങ്കിൽ എടുത്തോളാം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു c h of x minus h of c by x minus c ext എന്നല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു c h of x എന്ന് വെച്ചാൽ f by g of x minus h of c എന്ന് വെച്ചാൽ f by g of c by x minus c. അതിനെ ഒന്ന് സിംപ്ലിഫൈ എടുക്കണം. That is equal to limit extends to c, c ആണ്, c. ഇതിനെ എങ്ങനെ എഴുതാം? f of x by g of x minus f of c by g of c by x minus c. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു c, LCM ഒക്കെ എടുക്കുമ്പോൾ f of x into g of c minus f of c into g of x by g of x into g of c into x minus c എന്നായി. ഇനി ഇവിടെ നമ്മൾ ചില അഡ്ജസ്റ്റ്മെന്റ് നടത്തും. എക്സ്റ്റെൻസ് ടു സിയില് f of x into g of c minus f of c into g of x ഒരു പ്ലസ് f of c g of c ആഡ് ചെയ്തു, f of c g of c മൈനസും ചെയ്തു by g of x g of c x minus c എന്ന് കൊടുത്തു. ഇനി ഇതിനെ ന്യൂമറേറ്ററിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇതും ഇതും കൂടെ എടുക്കാം. ഇതും കൂടെ എടുക്കുമ്പോൾ എന്ത് വരും? g of c വെളി എടുക്കാം അല്ലെ. g of c into ഒരു പ്ലസും മൈനസും കൂടെ എടുക്കാം. അതാണ് ചെയ്യുന്നത്. f of x minus f of c എന്ന് എഴുതി. ഇനി അടുത്തത് രണ്ടെണ്ണം ഏതൊക്കെയാണ്? അതിലെ കോമൺ ഏതൊക്കെയാണുള്ളത്? f of c ഉണ്ട് അല്ലെ. അപ്പൊ f of c into g of x minus g of c എന്ന് കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ എന്താക്കണം? മൈനസ് എഫ് ഓഫ് സി വെളിയിലെടുക്കണം. ഓക്കെ, ബൈ എന്തുണ്ട്? ബൈ ജി ഓഫ് എക്സിന്റെ ജി ഓഫ് സി ഇൻറ്റു എക്സ് മൈനസ് സി ഉണ്ട്. ഞാൻ രണ്ടിന് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുവാണ്. ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് സി ഇൻറ്റു എക്സ് മൈനസ് സി. ഇവിടെയും സെയിം തന്നെ, ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് സി ഇൻറ്റു എക്സ് മൈനസ് സി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിമിറ്റ് അപ്ലൈ ആറായോ? ഇവിടെ ജി ഓഫ് സി വേണേൽ കട്ട് ചെയ്ത് കളയാം, ഇവിടെ ഒന്നും കട്ട് ചെയ്യാനില്ല. ഓക്കെ, ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? എഫ് ഡാഷ് സി ബൈ ജി ഓഫ് സി എന്ന് വരുമല്ലോ, മൈനസ് അപ്പുറത്ത് എന്ത് വരും? എഫ് ഓഫ് സി ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്, താഴെ ജി ഓഫ് സി കോൺസ്റ്റന്റ് ആണ്. ജി ഓഫ് എക്സിന് കൊടുക്കുമ്പോൾ അത് ജി ഓഫ് സി സ്ക്വയർ ആയിട്ട് മാറും, ജി സ്ക്വയർ ഓഫ് സി ആയിട്ട് മാറും. ബാക്കിയുള്ളത് ജി ഡാഷ് സി ആയിട്ട് മാറും. ഇതിനെ ഒന്ന് LCM എടുക്കുമ്പോൾ ജി ഓഫ് സി സ്ക്വയർ LCM, ബാക്കി ഒരു ജി ഓഫ് സി കൂടെ കൊണ്ട് എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ ജി ഓഫ് സി ഇൻറ്റു എഫ് ഡാഷ് സി മൈനസ് എഫ് ഓഫ് സി ഇൻറ്റു ജി ഡാഷ് സി ബൈ ജി ഓഫ് സി സ്ക്വയർ. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവിന്റെ കോഷ്യൻ റൂൾ. ഓക്കെ, അപ്പോൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. ഇത് ഈ ടൈം ആണ്, ഇത് ഓർത്തോണം. ഈ ടൈം നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകും. പ്രൊഡക്റ്റ് റൂൾ ആണ് നമ്മുടെ ക്ലാസ്സിൽ നോട്ടിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്തിടണം. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് തന്നെ നമ്മൾ നേരത്തെ കണ്ട പോളിനോമിയൽ എക്സ് റൈസ് ടു എന്നിന്റെ അല്ലേ ചെയ്തത്. അപ്പോൾ എക്സ് റൈസ് ടു n മൈനസ് 1 കൂടെ ഉണ്ടെങ്കിൽ അത് തമ്മിൽ ആഡ് ചെയ്യുന്നത് സം റൂൾ വെച്ചിട്ട് അങ്ങ് എല്ലാ പോളിനോമിയലിനെയും ജനറൽ പോളിനോമിയലിന്റെ കേസിലും ഡിഫറൻഷ്യബിൾ ആണെന്നുള്ളത് കാണിക്കാവുന്നതാണ്. ഓക്കെ, അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ഒന്നാണ് ചെയിൻ റൂൾ. ചെയിൻ റൂൾ. ഓക്കെ, ചെയിൻ റൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കോമ്പോസിഷൻ ഫംഗ്ഷന്റെ കേസാണ്. കോമ്പോസിഷൻ ഓഫ് ടു ഫംഗ്ഷൻസ്. നമുക്കറിയാം, ഡൊമൈനിൽ നിന്ന് എഫ് എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, അതിൽ നിന്ന് ജി എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് സി ആണ്, ജി ഡിഫറൻഷ്യബിൾ അറ്റ് എഫ് ഓഫ് സി അല്ലെങ്കിൽ ബി എന്ന് വേണേൽ കൊടുക്കാം. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ജി സർക്കിൾ എഫ് ഓഫ് സി ഉണ്ടാകും. ഓക്കെ, ഇതാണ് നമ്മുടെ കോമ്പോസിഷൻ ഫംഗ്ഷൻ ജി സർക്കിൾ എഫ്. ജി സർക്കിൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ്.
ഓക്കെ, അപ്പൊ ഇവിടെ തിയറം ഇതാണ് പറയുന്നത്, if f is differentiable at c, g is differentiable at f of c, then g circle f is differentiable at c and g circle f dash c യുടെ value is equal to g dash f of c into f dash c എന്നാണ്. ഇതാണ് ചെയിൻ റൂൾ പറയുന്നത്. ഓക്കെ, നമുക്ക് അറിയാവുന്നതാണ് ഇതൊക്കെ. അതായത് ഫോർ എക്സാമ്പിൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് സ്ക്വയർ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? is equal to cos x square, സൈൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള cos x square into x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, അതാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ f of x ന് കറസ്പോണ്ടിങ് ആയിട്ട് x സ്ക്വയറും g of x ന് കറസ്പോണ്ടിങ് ആയിട്ട് sin x ആണ്. അപ്പോഴാണ് g സർക്കിൾ f എന്ന് പറയുന്നത് g of f of x sin x സ്ക്വയർ ആകുന്നത്. അപ്പോൾ ഈ ഫോർമുല വെച്ചിട്ടാണ് ഇത് കിട്ടുന്നത്. നമ്മൾ ഓൾറെഡി അത് പഠിച്ചിട്ടുള്ളതാണ്, പക്ഷെ ഇത് പ്രൂവ് ചെയ്ത് കാണിക്കണം ഈ റിസൾട്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല്, നമ്മൾ ഈ ഒരു ഫിഗർ നമ്മുടെ മനസ്സിലിരിക്കുക. ഇവിടെ ആർബിട്രറി പോയിന്റ് നമുക്ക് ഇവിടെ എക്സ് ആയിട്ട് വിചാരിക്കാം. ഇവിടെ എല്ലാം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് ഉണ്ട്, അതിനെ വേണേൽ വൈ എന്ന് വിളിച്ചോളുക. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ അത് ജി ഓഫ് വൈ വരും, അല്ലെങ്കിൽ ജി സർക്കിൾ എഫ് ഓഫ് എക്സ് വരും അതിന് കറസ്പോണ്ടിങ് ആയിട്ട്. അതെല്ലാം വിചാരിച്ചോളുക. ദെൻ അത് വെച്ച് നമുക്ക് പ്രൂഫ് സിമ്പിൾ ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി. എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി എന്ന് പറഞ്ഞാൽ ഫോർമുല എന്താണ്? f dash c is equal to limit x tends to c f of x minus f of c by x minus c എന്നാണ്. ഇനി തന്നിട്ടുണ്ട് g is differentiable at f of c, അതിനെ നമ്മൾ വേണമെങ്കിൽ b എന്ന് വിളിച്ചോളാം. അങ്ങനെയാണെങ്കിൽ g dash f of c അല്ലെ, അല്ലെങ്കിൽ g dash b is equal to limit നമുക്കിവിടെ എഫ് ഓഫ് സിയിലേക്കല്ലേ എടുക്കണ്ട, അപ്പം y വേണ്ട, y ടെൻസ് ടു ബി എന്ന് കൊടുക്കാം. ലിമിറ്റ് y ടെൻസ് ടു ബി ജി ഓഫ് y മൈനസ് ജി ഓഫ് ബി ഡിവൈഡഡ് ബൈ y മൈനസ് ബി എന്ന് കൊടുക്കാം. ഓക്കെ, എഫും ജിയും ഡിഫറൻഷ്യബിൾ ആണ്. എഫിന്റെ റേഞ്ചിൽ നിന്നാണ് ജി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് എക്സിനെ മാറ്റി എഫ് ഓഫ് എക്സുകൾ അതായത് y ആയിട്ട് മാറ്റിയത്. പിന്നെ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ജി സർക്കിൾ എഫ് അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ജി സർക്കിൾ എഫ് ഡിഫറൻഷ്യബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ജി സർക്കിൾ എഫ് ഓഫ് എക്സ് മൈനസ് ജി സർക്കിൾ എഫ് ഓഫ് സി ബൈ എക്സ് മൈനസ് സി നമ്മളൊന്ന് എടുത്തു. പല രീതിയിൽ എഴുതാം, ഞാനിപ്പോ ഇങ്ങനെ എഴുതാം. ഇത് നമുക്ക് എക്സ്റ്റ് ചെയ്യുന്നൊന്ന് കാണിക്കണം. ഓക്കെ, ഈസ് ഈക്വൽ ടു ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ജി ഓഫ് f of x minus g of f of c divided by x minus c ആണ് അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് x tends to c g of y minus g of b by x minus c. നമുക്ക് ഈ 1 ഉം 2 ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ g of minus g of b യുടെ അടി y minus b വേണം. ഇവിടെ x minus c ആണ്. ഇവിടെ x minus c യുടെ മേളിൽ f of x minus f of c വേണം. അപ്പൊ അത് രണ്ടും ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു y മൈനസ് ബി വെച്ചിട്ട് താഴെ മേളിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, y മൈനസ് ബി വെച്ചിട്ട്, എന്നിട്ട് ഈ മേളിലുള്ള y മൈനസ് ബിയെ y മൈനസ് ബി എന്ന് എഴുതാതെ f ഓഫ് എക്സ് മൈനസ് f ഓഫ് സി എന്ന് എഴുതാം. എന്നിട്ട് ഇതിനെയും കൂടെയും കമ്പൈൻ ചെയ്യാം, ഇതിനെയും കൂടെയും കമ്പൈൻ ചെയ്യാം. അപ്പൊ ഈ 1 ഉം 2 അപ്ലൈ ചെയ്തിട്ട് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു limit x tends to c g of y minus g of b by y minus b into limit x tends to c f of x minus f of c by x minus c. ഇതിൽ എഴുതുന്നതിൽ തെറ്റില്ല, പക്ഷെ ഇവിടെ എഴുതുമ്പോൾ ഒരു അബ്സർഡ്നെസ് തോന്നും. കാരണം x tends to c എന്ന് എങ്ങനെ എഴുതും? y ഉം b ഉം അല്ലേ? x c അടുക്കുമ്പോൾ f of x എങ്ങോട്ട് അടുക്കും? f of c അടുക്കും. അതായത് y tends to b എന്ന് എഴുതുന്നതിലും തെറ്റില്ല. അപ്പൊ ഇതെന്തായിട്ട് മാറും? g ഡാഷ് b ആയിട്ട് മാറും. ഇൻറ്റു ഇത് f ഡാഷ് c. g ഡാഷ് b എന്ന് പറഞ്ഞാൽ എന്താണ്? g ഡാഷ് f of c ഇൻറ്റു f ഡാഷ് c. ഓക്കെ, അപ്പൊ ഇതാണ് കോമ്പോസിഷൻ റൂൾ അല്ലെങ്കിൽ ചെയിൻ റൂൾ.
ചെയിൻ റൂൾ ആണ് ഡെറിവേറ്റീവിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആണ് റിസൾട്ടുകളെല്ലാം. ഓക്കെ.